നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഇടത് മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യനിര കൂടുതൽ ശക്തമായി വളർന്നു വരണമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. ഇതിന് CPI മുൻപന്തിയിലുണ്ട്. CPI പ്രാദേശിക സമ്മേളനങ്ങൾ തുടരും. നിറത്തിന്റെ പേരിൽ താൻ ഇപ്പോഴും അവഹേളിക്കപ്പെടുന്നുണ്ടെന്ന് നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ. സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോ ഇട്ടാൽ കമന്റുകളുടെ ചാകര. സമൂഹത്തിനിന്നും കറുത്തവരെ പരിഹസിക്കുന്ന മാനസികാവസ്ഥയെന്നും RLV രാമകൃഷ്ണൻ. ഉള്ളൂർക്കര ഇരുന്നലംകോട് ജനകീയ വായനശാല 61ാം വാർഷികം ഗ്രാമോത്സവമായി ആഘോഷിച്ചു. വെള്ളം വിൽപ്പനയുടെ മറവിൽ ലഹരി വ്യാപാരം. കുന്നംകുളത്ത് ഗോഡൌൺ ഉടമ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം ഓടി രക്ഷപ്പെട്ട ചോല സ്വദേശി ഷമീൽ. നാട്ടിൽ വിതരണത്തിനായി ജലം സംഭരിക്കുന്ന ഗോഡൌണിൽ പോലീസ് കണ്ടെത്തിയത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ വാടാനംകുറിശി MCFനെതിരെ പരാതികൾ വ്യാപകം. കുന്നുകൂടിയ മാലിന്യങ്ങൾ വേർതിരിച്ച് കയറ്റി അയക്കുന്നതിൽ വീഴ്ച. MCF പരിസരത്ത് ജനജീവിതം ദുസ്സഹമാക്കി. മഴക്കാലമെത്തുന്നതോടെ മാലിന്യ കൂമ്പാരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ആശങ്ക. FNPO സംസ്ഥാന തപാൽ ക്രിക്കറ്റിന് വാണിയംകുളത്ത് തുടക്കം. ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഓർഗനൈസേഷൻ സർക്കിൾ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം. മത്സരങ്ങൾ വാണിയംകുളത്തെ ടർഫ് സ്റ്റേഡിയത്തിൽ. കുരുന്നെഴുത്തിൽ ഇടം നേടി കടമ്പൂർ ഗ്രാമത്തിന് അഭിമാനമായി അമേയ ലക്ഷ്മി. 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുത്ത രചനകൾ കോർത്തിണക്കി വിദ്യാഭ്യാസ വകുപ്പ് പുസ്തകമാക്കിയ കുരുന്നെഴുത്തിൽ ലക്ഷ്മിയുടെ ഡയറിക്കുറിപ്പ്. കടമ്പൂർ BVA LP സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതി കുട്ടിയെ വീട്ടിലെത്തി അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഇടത് മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യനിര വളർന്നു വരണമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. ഇതിനായി CPI മുൻനിരയിലുണ്ടാകുമെന്നും പറളി ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത KP സുരേഷ് രാജ് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടും. 1956 57 കാലഘട്ടങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കേരളമല്ല ഇന്ന് കാണുന്ന കേരളം. എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ കേരളം രൂപപ്പെട്ടത്? തിരുപ്പതി വെങ്കടാചലത്തിന് ലഡ്ഡു നേർന്നുകൊണ്ടുണ്ടായതല്ല. ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ടുണ്ടായതല്ല. ശബരിമല ശാസ്താവിനെ കണ്ടതുകൊണ്ടുണ്ടായതല്ല. ഈ രാജ്യത്തെ സാധാരണ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടരാടി പോരാടി ചോരപ്പുഴ നീന്തിക്കടത്ത് നേടിയെടുത്തതാണ് ഇന്നത്തെ ഈ മാറ്റം. ഒരു തുണ്ട് ഭൂമിയുടെ അവകാശികൾ ഉണ്ടായിരുന്നില്ല. ഏക്കറക്കണക്കിന് ഭൂമി ഒന്നില്ലെങ്കിൽ ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ ബ്രഹ്മസ്വത്തിന്റെ, അതായിരുന്നു കേരളത്തിന്റെ സ്ഥിതി. ജന്മിതമ്പുരാക്കന്മാരുടെ കയ്യിലായിരുന്നു ഏക്കറക്കണക്കിന് ഭൂമി. ഒരു തുണ്ട് ഭൂമിയുടെ അവകാശികൾ, കൃഷിക്കാരൻ, തൊഴിലാളികൾ, അവർക്കതിൽ അവകാശം ഉണ്ടായിരുന്നില്ല. സമ്മേളനത്തിൽ CPI ജില്ലാ കമ്മിറ്റി അംഗം KR മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. K വേലു, മുരളി K താരേക്കാട്, KV ബാബു, AS ശിവദാസ്, K ശഷിജ, K കൃഷ്ണൻകുട്ടി, K രേണുകാദേവി, S സഹദേവൻ, EK ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പറളി ലോക്കൽ സെക്രട്ടറി PD ശശികുമാർ സ്വാഗതവും PA അരുൺദാസ് നന്ദിയും പറഞ്ഞു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പറളി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്തുനിന്ന് പ്രകടനവുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൻ്റെ നിറത്തെ അവഹേളിച്ചുകൊണ്ടുള്ള പരിഹാസം സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് നർത്തകൻ RLV രാമകൃഷ്ണൻ. ഇരുന്നലംകോട് ജനകീയ വായനശാല 61ാം വാർഷികാഘോഷം ഗ്രാമോത്സവം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ RLV രാമകൃഷ്ണൻ. സമൂഹമാധ്യമങ്ങളിൽ ഒരു ഫോട്ടോ ഇട്ടാൽ നിറത്തെ പറ്റിയാണ് പരാമർശങ്ങൾ. നിറത്തിൻ്റെ പേരിൽ താൻ ഏറെ പരിഹസിക്കപ്പെടുന്നുണ്ടെന്നും RLV രാമകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഷർട്ട് ഇട്ടിട്ട്
ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ചുമ്മാ അങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ ഒരു എന്താ പറയുക സുന്ദരമായ ഒരു പാടത്തിൻ്റെ തീരത്ത് നമ്മുടെ കുറ്റിമുക്ക് റോട്ടിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിലിട്ടു. അപ്പോൾ ഒരാൾ, മുഖമില്ലാത്ത ഒരാൾ പറഞ്ഞ് ഇവൻ്റെ കറുപ്പ് ഇതാണ്. പിന്നെ തൊട്ടടുത്ത് അയാൾ തന്നെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഇവൻ പെയിൻറ്റിങ് ഇല്ല, ഇപ്പോൾ ഇവൻ്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ്. മറ്റേ എന്താ പറയുക, ഒരു പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവർ പറഞ്ഞത് തന്നെയാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകൾ ഇതിനിടയിലിടുക. പിന്നെ ശാരീരികമായിട്ടുള്ള മോശപ്പെടുത്തലുകൾ, തടി കൂടുതലാണ്, വയറ് കൂടുതലാണ്, പിന്നെ കണ്ണുകൾ വിടർന്നതല്ല, മൂക്ക്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിൽ. ഇതൊന്നും നമ്മളെ ഏൽക്കുന്ന ഒരു വിഷയമല്ല. കാരണം അതൊക്കെ പന്തടിക്കുന്ന പോലെ തിരിച്ച് അടിക്കും. കാരണം ഇത് നമുക്ക് മനസ്സിലായി, നമ്മൾ നാട്ടിൻ ഭാഷ പറയാറുണ്ടല്ലോ, മാങ്ങയുള്ള മരത്തിലേക്കാണ് എറിയുന്നത്, കല്ലെറിയുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്കിപ്പോൾ സർവ്വസാധാരണമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ. പക്ഷേ ഇതൊരു സംസ്കാരം തകർച്ചയിലേക്ക് പോകുന്നു. ഏതൊരു വിഷയം ഉണ്ടായാലും ഒരുപാട് ആളുകൾ ഇത് വിമർശിക്കാൻ വേണ്ടി മനഃപൂർവ്വം എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഇതിനടിയിൽ വന്ന് ചൊറിയുന്ന കുറേ ആളുകളുണ്ട്. ജനകീയ വായനശാല 61ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം, ആദരം, ഫോട്ടോ അനാച്ഛാദനം, കലാപരിപാടികൾ എന്നിവയാണ് ഗ്രാമോത്സവം 2025 എന്ന പേരിൽ ഇരുനിലകോട് ക്ഷേത്രമൈതാനിയിൽ സംഘടിപ്പിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ VT സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ലഹരിവിരുദ്ധ പ്രചരണത്തിന് ലോക റെക്കോർഡ് നേടിയ രതീഷ് വരവൂർ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രതിഭ മനോജ്, K ഉണ്ണികൃഷ്ണൻ, VV സന്തോഷ്, ലിയ, അജിൽ ജോസ്, മുരളീധരൻ, വായനശാല മുൻ ഭാരവാഹികളായ TR ഹരിഹരൻ, PM ലത്തീഫ്, പ്രൊഫസർ N സേതുമാധവൻ, PT അജയകുമാർ, പ്രമോദ്, അഡ്വക്കേറ്റ് സന്ദീപ്, S രാഘവൻ, CK കണ്ണപ്പൻ, പ്രഭാകരൻ, പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ PK മോഹൻദാസ് സ്വാഗതവും PT അനീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളം പെരുമ്പിലാവ് കരിക്കാട് വെള്ളം വിൽപ്പനയുടെ മറവിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും വിൽപ്പന നടത്തിയ സംഭവത്തിൽ ഓടി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. കരിക്കാട് ചോല സ്വദേശി ഷമീലാണ് കുന്നംകുളം പോലീസിൻ്റെ പിടിയിലായത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ വെള്ളം വിൽപ്പന നടത്തുന്ന ഗോഡൌണിൽ നിന്ന് 5000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും 6 ഗ്രാം കഞ്ചാവും രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയിരുന്നു. പോലീസിനെ കണ്ട ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പിടിയിലായ കരിക്കാട് ചോല സ്വദേശി ഷമീൽ മുമ്പും ലഹരിക്കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണ്. സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, മഹേഷ്, ഷഫീഖ്, അജിൽ, ജ്യോതിഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള വാടാനംകുറിശ്ശിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പരാതിയുമായി പരിസരവാസികൾ വീണ്ടും രംഗത്ത്. മാലിന്യം കുന്നുകൂടിയത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. വാടാനംകുറിശ്ശി വില്ലേജ് ഓഫീസ് പരിസരത്തുള്ള MCFനെതിരെയാണ് പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മാലിന്യങ്ങൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ കുന്നുകൂടി കിടക്കുന്നതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. എല്ലാ വാർഡുകളിലെയും വീടുകളിൽ നിന്നും മറ്റും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടെ തള്ളുന്നത്. കഴിഞ്ഞ ജൂണിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിൽ പ്രദേശവാസികൾ രംഗത്തെത്തിയിരുന്നു. മഴക്കാലം എത്താറായതോടെ ഇത്തവണയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മലിനീകരണം കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. തുടക്കത്തിൽ ഒരു ഷെഡിൽ മാത്രമാണ് മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്നത്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുതിയൊരു ഷെഡ് കൂടി നിർമ്മിച്ചു. ഇതോടെ മാലിന്യങ്ങളുടെ വരവും കൂടി. ഈ ഷെഡും നിറഞ്ഞു കവിഞ്ഞതോടെ
ചാക്കുകെട്ടിലാക്കി മാലിന്യങ്ങൾ പുറത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. അലക്ഷ്യമായ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കൊതുകുകൾ പെരുകാൻ കാരണമായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന് ജനങ്ങൾക്ക് പരാതിയുണ്ട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 22ഓളം വാർഡുകളുടെ വേസ്റ്റുകളും പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയാൻ പറ്റില്ല, എല്ലാ കണ്ടാമാണികളും എല്ലാം ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് നമ്മുടെ പരിസരവാസികൾക്ക് കൂടുതൽ ദോഷം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ തന്നെ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ മഴക്കാലത്ത് ഒരു 3-4 ലോറികളോളം ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോയി ഇങ്ങനെ ചാനലിൽ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് അവരൊന്ന് ചെയ്തത്. അപ്പോൾ ഇത് മുൻകരുതലായിട്ട് ഈ മെയ് മാസം കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ മഴ വരാൻ പോവുകയാണ്. അപ്പോൾ ആ മഴ വരുന്ന മുമ്പ് തന്നെ ഇതിന് സംവിധാനം ഏർപ്പെടുത്തി ഈ പരിസരവാസികൾക്ക് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പല രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും. പലപ്പോഴും ചാക്കുകെട്ടുകളിൽ നിന്ന് മാലിന്യങ്ങൾ തെരുവുനായ്ക്കൾ കടിച്ചുകൊണ്ടുപോയി പല ഭാഗങ്ങളിലും ഇടുന്ന സ്ഥിതിയുണ്ട്. കൂടുതൽ സൗകര്യങ്ങളൊരുക്കി മാലിന്യം ശേഖരിക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും മാലിന്യങ്ങൾ യഥാസമയം വേർതിരിച്ച് കയറ്റി അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെ പേരില്ല പോരായ്മ തന്നെയാണ് ഇപ്പോൾ ഇത് പറയാനുള്ളത്. നമ്മുടെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് പ്രിയ മെമ്പറാണ് നമ്മുടെ 10ാം വാർഡിലുള്ളത്. അവർ പല പ്രാവശ്യം നമ്മൾ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴൊക്കെ അവരുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു കാരണവശാലും ഇതിനെതിരായിട്ടുള്ളൊരു നടപടിയോ സ്വീകരണമോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിസരവാസികൾക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവർ എതിർത്ത് സംസാരിക്കുകയും അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ കണ്ണിന് മുന്നിൽ കാണുന്ന ഈ ഒരു വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടരും മുമ്പ് തന്നെ പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രചരണ കൂട്ടയോട്ടം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നിവിടെ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനാണ് ഗ്രാമപഞ്ചായത്തെല്ലാം ഏറ്റെടുക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായി ലഹരിക്കെതിരായ വലിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ കൂട്ടയോട്ടം നിങ്ങളുടെയെല്ലാം അനുവാദത്തോടുകൂടി ഇവിടെ സ്പോർട്സ് താരങ്ങളുണ്ട്, ജനപ്രതിനിധികളായിട്ടുള്ള ബിന്ദു, അതുപോലെ തന്നെ ഗിരീഷ്, മുൻ മെമ്പറായിട്ടുള്ള കരീം, പടപ്പു സുലൈമാൻ, അങ്ങനെ എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ലഹരിക്കെതിരായി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട കാലഘട്ടത്തിലാണ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കോട്ടയോട്ടം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഔപചാരികമായി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഞാൻ നിർവഹിക്കുന്നു. നിങ്ങൾക്ക് ചെറുതുരുത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നാണ് കൂട്ടയോട്ടം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂസഫ്, KR ഗിരീഷ്, M ബിന്ദു, സുലൈമാൻ പടപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, IRB പോലീസ് ഉദ്യോഗസ്ഥൻ സുനിൽ നായർ, പഞ്ചായത്ത് ക്ലർക്ക് MA അലി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാകായിക സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. കൊച്ചി പാലത്തിന് സമീപം കൂട്ടയോട്ടം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി അണ്ടലാടിയിൽ എമ്പറാന്തി ക്ഷേമ സഭ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. ഇതോടൊപ്പം യൂണിറ്റിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. പട്ടാമ്പി അണ്ടലാടിയിലുള്ള എമ്പ്രാന്തി ക്ഷേമസഭ ആസ്ഥാന മന്ദിരത്തിലാണ് ഞായറാഴ്ച എമ്പ്രാന്തി ക്ഷേമസഭ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത്. NSS ഒറ്റപ്പാലം താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി P പുഷ്പലത ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി K നാരായണൻ എമ്പ്രാന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്ക് ഗജാഞ്ചി നാരായണൻ എമ്പ്രാന്തിയും അവതരിപ്പിച്ചു. മോഹൻ എമ്പ്രാന്തി കണ്ണാട്ടുമഠം ബജറ്റ് അവതരണം നടത്തി. രാജേഷ് എമ്പ്രാന്തി വാടനാംകുറിശി മുഖ്യപ്രഭാഷണവും നടത്തി. യോഗത്തിൽ വെങ്കടേശ്വരൻ എമ്പ്രാന്തി, വാസുദേവൻ എമ്പ്രാന്തി, പ്രവീൺ എമ്പ്രാന്തി, തുളസി, പ്രീത, ജയരാമൻ എമ്പ്രാന്തി, സഭാ പ്രസിഡന്റ് IM ഉണ്ണി എമ്പ്രാന്തി എന്നിവർ സംസാരിച്ചു. ഇതുപോലെ ഇരുന്ന് വാക്കുകൾ പറയുവാൻ ഒരു സ്ഥലമില്ലാത്ത ഒരു ഘട്ടത്തിൽ ഇവിടെ വന്ന് ഈ സ്ഥലം വാങ്ങുകയും രണ്ടാമത് ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഈ കാണുന്ന ഒരു വലിയ കെട്ടിടത്തിലേക്ക് നീങ്ങാൻ സാധിക്കുകയും
ഇതെല്ലാം സ്വജനങ്ങളുടെ സഹകരണം കൊണ്ടും സഹപ്രവർത്തകരുടെ കഠിനമായ അധ്വാനം കൊണ്ട് മാത്രമാണ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സാധാരണ പറയുന്ന മാതിരി റെയിലുമ കയറി എന്ന് പറയുന്ന മാതിരി നമ്മളിപ്പോൾ ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞു. ക്ഷേമസഭാ യൂണിറ്റിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ക്ഷേമസഭയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുകയും തുടർന്ന് തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മങ്കരയിൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ബ്ലോക്ക് ജനറൽ ബോർഡ് യോഗവും കുടുംബസംഗമവും നടത്തി. ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നതിന് ഉദാഹരണമാണ് ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ സംവിധാനങ്ങൾ ധാരാളം മതിയാകും. ഓരോ ലോകത്തിലേതോ മുക്കിലുണ്ടാകുന്ന വിഷയങ്ങൾ നമുക്ക് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി നമുക്ക് അറിയുമ്പോൾ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിൻ്റെ മങ്കര ബ്ലോക്കിലെ ഓരോ അംഗങ്ങൾക്കും അതിനുള്ള സംവിധാനം ഇന്ന് ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഉണ്ട്. അതുപോലെ മറ്റ് ജില്ലകളിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ റെജിമെൻ്റ് വഴിയോ മറ്റു കാര്യങ്ങളിൽ വഴിയോ നമുക്കറിയാം. ഈ സംവിധാനത്തിൽ മറ്റ് ജില്ലകൾ നേരിടുന്ന പ്രയാസങ്ങൾ എന്താണെന്നറിയാം. എക്സ് സർവീസസ് ലീഗ് മങ്കര ബ്ലോക്ക് പ്രസിഡന്റ് കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പുതുതായി നിർമ്മിച്ച ഹാളിൻ്റെ ഉദ്ഘാടനവും ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ 80 വയസ്സ് കഴിഞ്ഞ വിമുക്ത ഭടന്മാരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. മങ്കര പോലീസ് സ്റ്റേഷനിലെ മുൻ CI ഹരീഷ്, മങ്കര ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻദാസ്, സെക്രട്ടറി ഹരിദാസൻ എന്നിവരെ ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ ഉപഹാരം നൽകി ആദരിച്ചു. സെക്രട്ടറി SV ഹരിദാസൻ, PK വിജയകുമാർ, M ഹനീഫ, KL മോഹനൻ, VK ശ്രീനിവാസൻ, CI ഹരീഷ് എന്നിവർ സംസാരിച്ചു. ഷാഹുൽ ഹമീദ് സ്വാഗതവും C ശാന്തകുമാരി നന്ദിയും പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കലാപരിപാടികളുമുണ്ടായി. 200ഓളം പേർ പങ്കെടുത്തു. അനുശോചനം, ചർച്ച, വരവ് ചെലവ് കണക്കവതരണം എന്നിവയ്ക്ക് ശേഷം ദേശീയഗാനത്തോടെ കുടുംബസംഗമം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓങ്ങല്ലൂർ മണ്ഡലം 21-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. പാലക്കാട് DCC ജനറൽ സെക്രട്ടറി TY ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി മുഖ്യപ്രഭാഷണം നടത്തി. മോട്ടോർ തൊഴിലാളി യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് EP യൂസഫ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് A ശ്രീനിവാസൻ, സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ സജീഷ് മരുതൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി, വൈസ് പ്രസിഡന്റ് ആഫിൽ ജംഷാദ്, മുൻ വാർഡ് മെമ്പർ CK സയ്യിദ് എന്നിവർ പ്രസംഗിച്ചു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NP രാജേഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. FNPO തപാൽ ക്രിക്കറ്റിന് വാണിയംകുളത്ത് തുടക്കം. മെയ് 12 മുതൽ പാലക്കാട്ട് നടക്കുന്ന ഓർഗനൈസേഷൻ സർക്കിൾ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് സംസ്ഥാനതല ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുന്നത്. വാണിയംകുളം ടർഫ് സ്റ്റേഡിയത്തിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ സർക്കിൾ സമ്മേളനം മെയ് 12 മുതൽ പാലക്കാട്ട് നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന തലത്തിൽ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ആരംഭിച്ചത്. വാണിയംകുളം ടർഫ് സ്റ്റേഡിയത്തിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. FNPO ഡിവിഷൻ കോർഡിനേഷൻ കൺവീനർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സർക്കിൾ കൺവീനർ KV സുധീർ കുമാർ, അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി MS ചന്ദ്രബാബു, സുരേന്ദ്രദാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അതുൽ, ബാൽദേവ്, മെഹബൂബ്, ഷംനാദ്, മുകുന്ദൻ, രോഹിത്, അനീഷ്, ഷാജഹാൻ, അജിത്, അഖിൽ എന്നിവർ നേതൃത്വം നൽകി. ചലച്ചിത്ര സംവിധായകൻ രോഹിത് MG കൃഷ്ണനെ VT ബൽറാം അനുമോദിച്ചു. വിവിധ ഡിവിഷനുകളിൽ നിന്നായി 24ഓളം ടീമുകളാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുരുന്നെഴുത്തിൽ ഇടം നേടി അമേയ ലക്ഷ്മി. 1-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നത്. കടമ്പൂർ BVA LP സ്കൂൾ വിദ്യാർത്ഥിയാണ് പുസ്തകത്തിൽ ഇടം പിടിച്ച അമേയ ലക്ഷ്മി. അമേയ ലക്ഷ്മി ക്ലോക്കിൽ സമയം നോക്കാൻ പഠിച്ചതിൻ്റെ സന്തോഷവും അത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പരിശോധിച്ചതും മിഠായി സമ്മാനിച്ചതുമായ സന്തോഷ ദിനത്തെക്കുറിച്ച് എഴുതിയ ഡയറി കുറിപ്പാണ്.
വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ കുരുന്നെഴുത്ത് പുസ്തകത്തിൽ സ്ഥാനം നേടിയത്. 1-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകമാക്കിയത്. ഇതിലേക്കാണ് കടമ്പൂർ BVA LP സ്കൂൾ വിദ്യാർത്ഥി അമേയ ലക്ഷ്മിയുടെ സമയം നോക്കാൻ പഠിച്ച കാര്യവും സ്ഥാനം നേടിയത്. കുരുന്നെഴുത്തിൽ എൻ്റെ ഡയറിക്കുറിപ്പ് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനെന്നെ സഹായിച്ച എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ ഏട്ടനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കുരുന്നെഴുത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി എഡിറ്ററായ കുരുന്നെഴുത്തിൽ തൻ്റെ ഡയറിക്കുറിപ്പ് അച്ചടിച്ചു വന്ന സന്തോഷത്തിലാണ് അമേയ ലക്ഷ്മി. ഡയറിക്കുറിപ്പുകൾ മാത്രമല്ല, കഥകൾ, പാട്ടുകൾ എന്നിവ എഴുതാനും ബാലസാഹിത്യ കൃതികൾ ഭാവാത്മകമായി വായിക്കാനും അമേയ ലക്ഷ്മി മിടുക്കിയാണ്. വിദ്യാകിരണ മിഷനാണ് പുസ്തകം പുറത്തിറക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സന്ദേശം പുസ്തകത്തിലുണ്ട്. പുസ്തകത്തിൽ കുട്ടികളുടെ തെരഞ്ഞെടുത്ത ഡയറിക്കുറിപ്പുകൾ കൂടാതെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രതികരണങ്ങളുമുണ്ട്. 1-ാം ക്ലാസ്സിൽ നടക്കുന്ന ഭാഷാ പഠന പ്രവർത്തനങ്ങളുടെ മികവിനെ അംഗീകരിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും എഴുതി തുടങ്ങുകയും ചെയ്യുന്ന 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇത്തരത്തിൽ ഒരു പുസ്തകം പുറത്തിറക്കുന്നത്. കുരുന്നെഴുത്തിൽ ഇടം നേടിയ അമേയ ലക്ഷ്മിയെ അധ്യാപകരും PTA ഭാരവാഹികളും വീട്ടിലെത്തി അനുമോദിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കുരുന്നെഴുത്ത് എന്ന പുസ്തകത്തിൽ ഡയറി എഴുതി ഇടം പിടിച്ച നമ്മുടെ അമേയ ലക്ഷ്മിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കുരുന്നുകളെ ഇതിന് പ്രാപ്തരാക്കിയ BVA LPയിലെ അധ്യാപകരെ പ്രത്യേക അഭിനന്ദിക്കുന്നു. അതോടൊപ്പം 1-ാം ക്ലാസ്സിലെ ലത ടീച്ചറെയും സുജ ടീച്ചറെയും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക VM ലീന, PTA പ്രസിഡന്റ് TP രാജേഷ്, വാർഡ് മെമ്പർ ബാബുരാജ് എന്നിവരുടെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് ലക്ഷ്മിയെ വീട്ടിലെത്തി അനുമോദിച്ചത്. വേട്ടേക്കര മലമ്പള്ളയിൽ രമേശ് രമ ദമ്പതികളുടെ മകളാണ് അമേയ ലക്ഷ്മി. സഹോദരൻ അമൽ ശങ്കർ. കുരുന്നെഴുത്തിലെ ഇവളുടെ ഡയറിക്കുറിപ്പ് തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ടീച്ചർമാരുടെ പിന്തുണ നല്ലുണ്ട്. അവൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാ ടീച്ചേഴ്സിനും, പ്രത്യേകിച്ച് ലത ടീച്ചർക്ക്. ടീച്ചറെ എപ്പോഴും അവളെ ഓരോന്നിനും പ്രോത്സാഹിപ്പിച്ചിട്ട് എപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ തിരഞ്ഞെടുത്തതിൽ നല്ല സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൃഷി ലഹരിയാക്കി ഷൊർണൂർ നഗരസഭ 5-ാം വാർഡിലെ 50ഓളം വിദ്യാർത്ഥികൾ. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി കൃഷിയെ നിലനിർത്താം, ലഹരിയെ അകറ്റി നിർത്താം എന്ന പേരിലാണ് കുട്ടികളുടെ കാർഷിക കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത്. 5-ാം വാർഡ് മുൻ കൗൺസിലർ വിപിൻനാഥ് രക്ഷാധികാരിയായി പ്രദേശത്തെ യുവതലമുറയെ പങ്കെടുപ്പിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിൻ്റെ 2ാം ഘട്ടം വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ മുതിർന്ന കർഷകൻ കുഞ്ഞാടിയെയും 2ാം വാർഡ് കൗൺസിലറും യുവ കർഷകയുമായ അഡ്വക്കേറ്റ് സിനി മനോജിനെയും ചടങ്ങിൽ ആദരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കുമാരൻ മാർഗനിർദ്ദേശങ്ങൾ നൽകി. അഭിനവ് അധ്യക്ഷത വഹിച്ചു. അരുൺ സ്വാഗതവും അമൃതേഷ് നന്ദിയും പറഞ്ഞു. സൗജന്യമായി പച്ചക്കറികളും വളങ്ങളും നൽകിയാണ് ക്യാമ്പയിൻ നടത്തുന്നതെന്നും ക്ലസ്റ്റർ സംവിധാനത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾ നടത്തുന്നതാണ് ഇക്കാലത്ത് ലഹരിക്ക് അടിമപ്പെടാതെ യുവജനതയെ സംരക്ഷിക്കാൻ സഹായകരമെന്നും മുൻ കൗൺസിലർ വിപിൻനാഥ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1998-99 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപക സംഗമവും സംഘടിപ്പിച്ചു. വാടാനംകുറിശി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പൂർവ്വകാല അധ്യാപകരെ ആദരിച്ചു. വാടാനംകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1998-99 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ വീണ്ടും ഒത്തുചേർന്നത്. അധ്യയന വർഷത്തിനു ശേഷമുള്ള കാലയളവിൽ അന്തരിച്ച ക്ലാസ് ടീച്ചർ സുലേഖ, ഹിന്ദി ടീച്ചർ അന്നമ്മ എന്നിവരുടെ വേർപാടിൽ അനുശോചനവും രേഖപ്പെടുത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം നിർമ്മല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് സന്തോഷമുണ്ട്, നന്ദി പറയുന്നു. ആരും ആദ്യമായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഏതോ ഒരു അറിയാത്ത നമ്പറാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു. ഇങ്ങനെ പലതവണ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത്. അല്ലേ, അരുൺ വിളിച്ചപ്പോൾ. അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അരുണാണ് എന്ന് പറഞ്ഞപ്പോൾ ഏതരുൺ, കാരണം എൻ്റെ മരുമകൻ്റെ പേരും അരുൺ എന്നാണ്. പക്ഷെ അതല്ല, സൗണ്ട് കേട്ട പറഞ്ഞില്ലാന്ന് വെച്ചാൽ
പിന്നെ ആരാണ്? അപ്പോഴാണ് പറഞ്ഞ് വാടാനം സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ പറഞ്ഞപ്പം എനിക്ക് വളരെ സന്തോഷമായി. എല്ലാവരുടെയും പേരൊക്കെ അപ്പോൾ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ കുറച്ച് പേരുടെ മുഖമൊക്കെ എനിക്ക് അപ്പം തന്നെ ഒരുവിധം ഓർമ്മ വന്നു. സന്തോഷമായി വിളിച്ചതിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടീച്ചർ വരണം എന്തായാലും. ചടങ്ങിൽ പൂർവ്വകാല അധ്യാപകരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ചടങ്ങിൽ NK മണികണ്ഠൻ അധ്യക്ഷനായി. N പ്രവീണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ബീന ടീച്ചർ, വാരണാസി സ്കൂൾ ഹെഡ് മിസ്സസ് ഗീത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. പാഞ്ഞാൾ കിള്ളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ സെന്റ് ജോർജിന്റെ തിരുനാൾ ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ ആഘോഷത്തിൽ പങ്കെടുത്തു. ഈസ്റ്ററിന് ശേഷം പാഞ്ഞാളിലെ വിശ്വാസികൾക്ക് സെന്റ് ജോർജിന്റെ തിരുനാൾ മറ്റൊരാഘോഷമായി. തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയും നടന്നു. വിശുദ്ധ കുർബാനയ്ക്കും സന്ദേശത്തിനും ഇടവക വികാരി ഫാദർ ഷിൻഡോ മാറോക്കി നേതൃത്വം നൽകി. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് സെന്റ് ജോർജ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം നടന്നു. സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരവും യാത്രയയപ്പും. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. 40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ധനലക്ഷ്മി, 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അമ്മിണി എന്നിവരെയാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. സംസ്ഥാനത്തെ മികച്ച അംഗൻവാടി വർക്കർക്കുള്ള മെഡൽ നേടിയിട്ടുള്ള വർക്കറാണ് ധനലക്ഷ്മി. ഇരുവരുടെയും മികച്ച സേവനവും പെരുമാറ്റ രീതിയുമാണ് വിരമിക്കൽ വേളയിൽ ആദരമൊരുക്കാൻ പഞ്ചായത്തിനെ പ്രേരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഇരുവരെയും ഉപഹാരം നൽകി ആദരിച്ചു. 40 വർഷം ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടാണ് ഇന്ന് റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ അഭിനയിച്ചതാണെങ്കിൽ അവർ 33 വർഷം. അതായത് നമ്മുടെ മക്കളെ നോക്കാൻ തന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന കാലത്താണ് മറ്റുള്ള കുട്ടികളെ നമ്മുടെ സ്വന്തം മക്കളെ പോലെ. ജീവനക്കാരുടെ ഉപഹാരവും ചടങ്ങിൽ കൈമാറി. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ M ഉണ്ണികൃഷ്ണൻ, PC സുമ, ഹുസൈൻ ഷഫീഖ്, ഷഫീന, പ്രീത, AA ഷിഹാബ്, റജുല, സരിത, സൂപ്പർവൈസർ നളിനി എന്നിവർ സംസാരിച്ചു. ബേബി സ്വാഗതവും ശ്രീദേവി നന്ദിയും പറഞ്ഞു. ധനലക്ഷ്മി, അമ്മിണി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടാനംകുറിശി ആരഭി ഗ്രന്ഥശാലയുടെ ബാലവേദി അവധിക്കാല ക്യാമ്പ് മെയ് 2 തുടങ്ങും. മെയ് 11 വരെ നടക്കുന്ന ക്യാമ്പ് കുട്ടികൾക്ക് പുതിയൊരു അനുഭവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിലാണ് ദശദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രചനോത്സവം, പാട്ടരങ്ങ്, കഥയരങ്ങ്, കൂട്ടപ്പാട്ട്, പ്രകൃതി നടത്തം, ട്രെയിൻ യാത്ര, നാടകക്കളരി, ലഹരിവിരുദ്ധ ക്ലാസ്, മാജിക്, നാടൻ കളികൾ, നാടൻ പാട്ട്, പുസ്തക വായന തുടങ്ങി വിജ്ഞാന വിനോദ പ്രവർത്തനങ്ങളോടൊപ്പം അടിസ്ഥാന ശേഷി വികസനവും ക്യാമ്പ് ലക്ഷ്യമിടുന്നുണ്ട്. കൂട്ടുകൂടാം, അറിവ് നേടാം എന്ന തലക്കെട്ടോടെയാണ് ക്യാമ്പ്. മെയ് 2 വൈകുന്നേരം 5 മണിക്ക് ആരഭി ഗ്രന്ഥശാലയിൽ ക്യാമ്പ് ആരംഭിക്കും. രചനോത്സവം, കഥയരങ്ങ്, പാട്ടരങ്ങ്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി വിജ്ഞാനപ്രദമായ പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാടൻ കളികൾ, നാടൻ പാട്ട്, നാടകക്കളരി, ഭക്ഷ്യമേള, ഭാഷാക്കേളികൾ, മാജിക് തുടങ്ങിയ നിരവധി വിനോദ പ്രവർത്തനങ്ങളും ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിക്കാൻ അവസരമൊരുക്കും. പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. ഈ ക്യാമ്പ് ഒരു വ്യത്യസ്തമാണ്. സാധാരണ രീതിയിൽ ആരംഭം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഒരു 10 ദിവസത്തെ ക്യാമ്പ് എന്നുള്ളത്. ഈ ക്യാമ്പിൽ വിവിധ രംഗങ്ങളിലെ പ്രഗത്ഭരായ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുത്ത് അവരുടെ കഴിവുകൾ, കുട്ടികളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിനും ചിത്രരചന അതുപോലെ തന്നെയുള്ള ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ MLA അടക്കം പങ്കെടുക്കുന്ന ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മെമ്പർമാർ ഒക്കെ ക്യാമ്പുകൾ സന്ദർശിക്കും. രക്ഷിതാക്കളൊക്കെ തന്നെ ക്യാമ്പുകൾ സന്ദർശിക്കും. ഈ ക്യാമ്പിൽ കുട്ടികൾക്ക് ലഘുഭക്ഷണം അടക്കം ഒക്കെ ആളുകൾ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത്.
അതിനോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ഷൊർണൂർ CI രവികുമാർ സാർ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ MLA സമാപന സമ്മേളനത്തിൽ MLA ക്യാമ്പിന്റെ സമാപനത്തിൽ MLA പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ക്യാമ്പിൽ ലഘുഭക്ഷണമുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷനായി വാട്സപ്പ് ലിങ്കുമുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം കുട്ടിയുടെ പേരും ക്ലാസും ഫോൺ നമ്പറും എഴുതിയിട്ട് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തണമെന്ന് ആരഭി കലാസമിതി ഗ്രന്ഥശാല ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഇനി മാറ്റൊലി. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴും അഭിപ്രായപ്പെടുന്നുണ്ട്. നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ഈ പിണറായി വിജയനാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടല്ലോ. നായനാരുടെ അടുത്തേക്ക് എത്തുമോ പിണറായി വിജയൻ? നിങ്ങളുടെ അഭിപ്രായത്തിൽ നായനാരാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്നും മുഖ്യമന്ത്രി ഇതുവരെ ഭരിച്ച മുഖ്യമന്ത്രിമാർ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. എന്താ അങ്ങനെ വിശേഷിപ്പിക്കാൻ? അദ്ദേഹത്തിൻ്റെ ഭരണം ഇന്നുള്ള മുഖ്യമന്ത്രിയുടെ ഭരണത്തേക്കാൾ പിണറായി വിജയൻ്റെ ഭരണത്തേക്കാൾ നല്ല ഭരണമായിരുന്നു ഉമ്മൻചാണ്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഇടത് മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യനിര കൂടുതൽ ശക്തമായി വളർന്നു വരണമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. ഇതിന് CPI മുൻപന്തിയിലുണ്ടാകും. CPI പ്രാദേശിക സമ്മേളനങ്ങൾ തുടരും. നിറത്തിന്റെ പേരിൽ താൻ ഇപ്പോഴും അവഹേളിക്കപ്പെടുന്നുണ്ടെന്ന് നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ. സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോ ഇട്ടാൽ കമന്റുകളുടെ ചാകര. സമൂഹത്തിനിന്നും കറുത്തവരെ പരിഹസിക്കുന്ന മാനസികാവസ്ഥയെന്നും RLV രാമകൃഷ്ണൻ. ഉള്ളൂർക്കര ഇരുന്നലങ്കോട് ജനകീയ വായനശാല 61ാം വാർഷികം ഗ്രാമോത്സവമായി ആഘോഷിച്ചു. വെള്ളം വിൽപ്പനയുടെ മറവിൽ ലഹരി വ്യാപാരം. കുന്നംകുളത്ത് ഗോഡൌൺ ഉടമ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം ഓടി രക്ഷപ്പെട്ട ചോല സ്വദേശി ഷമീൽ. നാട്ടിൽ വിതരണത്തിനായി ജലം സംഭരിക്കുന്ന ഗോഡൌണിൽ പോലീസ് കണ്ടെത്തിയത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ വാടാനംകുറിശി MCFനെതിരെ പരാതികൾ വ്യാപകം. കുന്നുകൂടിയ മാലിന്യങ്ങൾ വേർതിരിച്ച് കയറ്റി അയക്കുന്നതിൽ വീഴ്ച. MCF പരിസരത്ത് ജനജീവിതം ദുസ്സഹമാക്കി. മഴക്കാലമെത്തുന്നതോടെ മാലിന്യ കൂമ്പാരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ആശങ്ക. FNPO സംസ്ഥാന തപാൽ ക്രിക്കറ്റിന് വാണിയംകുളത്ത് തുടക്കം. ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഓർഗനൈസേഷൻ സർക്കിൾ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം. മത്സരങ്ങൾ വാണിയംകുളത്തെ ടർഫ് സ്റ്റേഡിയത്തിൽ. കുരുന്നെഴുത്തിൽ ഇടം നേടി കടമ്പൂർ ഗ്രാമത്തിന് അഭിമാനമായി അമേയ ലക്ഷ്മി. 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുത്ത രചനകൾ കോർത്തിണക്കി വിദ്യാഭ്യാസ വകുപ്പ് പുസ്തകമാക്കിയ കുരുന്നെഴുത്തിൽ ലക്ഷ്മിയുടെ ഡയറിക്കുറിപ്പ്. കടമ്പൂർ BVA LP സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതി കുട്ടിയെ വീട്ടിലെത്തി അനുമോദിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.